എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ സീരീസിലെ മൂന്നാമത്തെ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ ഒരു പുൽക്കൂടാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി രണ്ട് വശങ്ങൾ ചതുരാകൃതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശം നമുക്ക് കട്ട് ചെയ്യണം. അതിനായിട്ട് ഇതിൽ തന്നെ ഒരു ചെറിയ ഡിസൈൻ കണക്കുണ്ട്. അതിനനുസരിച്ച് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ പുൽക്കൂടിന് അനുയോജ്യമായിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്യാതെ അകത്തോട്ടങ്ങ് മടക്കി വയ്ക്കുകയാണ്. അവിടെ നമുക്കൊരു പ്ലാറ്റ്ഫോം പോലെ ചെയ്തെടുക്കേണ്ടതാണ്. ഈ ഉള്ളിലെ ഷേപ്പ് അനുസരിച്ച് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് നമുക്കങ്ങ് ഒട്ടിച്ചും കൊടുക്കാം. ഇനി ഇതിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളറും അടിച്ചു കൊടുക്കുകയാണ്. ഈ ബാക്ക് സൈഡിൽ ഞാനൊരു യെല്ലോയിഷ് ബ്രൗൺ ആണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു പോർഷനാണ് ഇവിടെ. നമ്മുടെ ഉൾഭാഗത്ത് വേറെ കളറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ബ്രൗൺ ആക്കിയത്. വൈറ്റും യെല്ലോയും ബ്രൗണും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൽ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് ബ്രിക്സ് പോലെ വരച്ചെടുക്കുകയാണ്. ഇതിൽ കൂടുതൽ ഷേപ്പോ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് അങ്ങ് വരച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബോട്ടിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഒട്ടിക്കാൻ പോകുന്നത്. കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കാർഡ്ബോർഡിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഈ വൈറ്റ് സിമെൻറ്റും ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ കല്ലുകളൊക്കെ ഫിക്സ് ചെയ്തെടുക്കുന്നത്. ഈ കല്ലുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ മറ്റു ഭാഗങ്ങളിലും കൂടെ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു ദിവസം വെച്ച് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ ഒരു ദിവസത്തിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് സെറ്റായിട്ടൊക്കെ ഉണ്ട്. ഈ കനം കുറഞ്ഞ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ പുൽക്കൂടിൻ്റെ മേൽക്കൂര ചെയ്യാനായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഏറ്റവും മുൾഭാഗത്ത് വയ്ക്കാനായിട്ട് ചെറിയൊരു കൂരയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റാകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ താഴ്ഭാഗത്തൊക്കെ ഒന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ തറയിലൊക്കെ വൈറ്റും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് ഒരു മണ്ണിൻ്റെ കളർ പോലെ ആക്കിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
കല്ലിനൊക്കെ ആ കളർ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇടയ്ക്കുള്ള വൈറ്റ് സിമെൻറ്റിൻ്റെ ആ ഭാഗത്തും കല്ലിൻ്റെ അതേ കളർ തന്നെ കൊടുത്തിരിക്കുന്നു. അവിടെ ഇവിടെയായിട്ട് ഗ്രീനൊക്കെ കൊടുത്ത് പുല്ല് വളർന്നു നിൽക്കുന്ന രീതിയിലാക്കുകയാണ്. അങ്ങനെ കളറെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേൽക്കൂരയിലൊക്കെ പുല്ല് നിരത്തണം. ഈ ഫെവിക്കോൾ എല്ലായിടും അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങിയ ചെറിയ പുല്ല് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ വൈക്കോൽ ഒട്ടിക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ കിട്ടാഞ്ഞതിനാലാണ് ഈ പുല്ല് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഏറ്റവും മുകളിലെ കൂരയിലും കൂടെ പുല്ല് നിരത്തിയിട്ടാണ്. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മോൾഡിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് പുൽക്കൂട്ടിലേക്കുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരുപാട് ചെറുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഒരു ഷേപ്പ് അങ്ങ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഈ മേക്കിംഗ് ഒക്കെ അങ്ങ് വളരെ ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്. ഈ ഉണ്ണിയേശുവിനെയും മാതാപിതാക്കളെയും ഒരു മാലാഖയെയും കുറച്ച് കാലികളെയും മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. എല്ലാത്തിനും കളറും കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ രൂപങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം പുൽക്കൂട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പുൽക്കൂട്ടിനുള്ളിൽ കുറച്ച് ഉണങ്ങിയ പുല്ലും ഇട്ടിട്ടുണ്ട്. കാലികളെല്ലാം പുൽക്കൂട്ടിന് പുറത്തായിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. മാലാഖയെ ബാക്കിൽ ഭിത്തിയിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി കേൾക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇതിനു മുമ്പിട്ട ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റുകൾ കാണാത്തവരെന്ന് കാണണേ. സിമ്പിൾ ക്രാഫ്റ്റുകളാണ്. കണ്ടതിന് ശേഷം എല്ലാവരും വീട്ടിലിതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.